ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ ആലോചിച്ചിട്ടും കൂടി നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. യൂസ്ലെസ് സ്റ്റഫ്. ബട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഒരു വേദന, നോട്ട് എന്താ പറയാ, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, അത് ചെയ്യാൻ പറ്റുന്നല്ല, അല്ല അത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ അത് നല്ലല്ലേ മോനെ? അതൊക്കെ നല്ലതല്ലേ? അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ ചോദിക്കുന്നത്. ഞാൻ അമ്മ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഒരു സ്പെസിഫിക് ആളുണ്ട്, ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെ ആണെന്ന്. മകളെ പോലെ കാണുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനെക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ചിലവർ ഒരാളുണ്ടായിരുന്നു, പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നത്. പക്ഷെ ദാറ്റ് ഒരാളായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു കുട്ടിയുടെ ഇഷ്ടം, കുട്ടി ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിന്റെ താഴെ കമന്റ് വന്നിരുന്നു വേറെ ഏതൊരു പൊട്ടൻ, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ. ഇത് എനിക്ക് അവർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറഞ്ഞു സംശയം ഇല്ലാതെ ഇല്ല. അപ്പൊ ഞാൻ ഇത് രണ്ട് കൊളംകാര ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവളുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? അല്ല, എന്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എന്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതാവും. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഫാമിലിപ്പെട്ട ഒരാളാണ് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അങ്ങനെ അറിയാമായിരുന്നു. നമ്മൾ അറിഞ്ഞൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരും? നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലേ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ഓവറാണെന്ന് യൂട്യൂബിൽ. കാണിക്കട്ടെ മകളെ, എല്ലാവരും കൂടി ഞാൻ കൂട്ടിക്കും. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പഴയ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ അതും എടുത്തിട്ട് മഞ്ജു പിള്ള പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു 1 or 2 years ബാക്ക് എടുത്ത പല ഇന്റർവ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടുകൾ കൊടുത്തിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴല്ലാതെ ഒരു വാക്ക് പോലും ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് എടുത്ത് തന്നെ പറയണം. ഒരാൾക്കും ഞാൻ ഒരു പേഴ്സണലി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്താ പറയണ്ട, ഇത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കാര്യങ്ങൾ പുറത്ത് പറയുവാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി പറയുള്ളൂ. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും. ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് പറയുള്ളൂ. ഇത് എന്റെ മോളുടെ ചാനലിൽ സംസാരിക്കുന്നു, ഞാൻ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് എടുത്ത് പറയണം. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. എന്നത്തെ കമന്റ്സിനെ കുറിച്ചുണ്ട് നമ്മ ഇതൊക്കെ പറഞ്ഞിട്ടും ഹൗ ആർ വി സോ കൂൾ, ഹൗ ആർ വി വൈ ആർ വി നോട്ട് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് വൈ ആർ വി സോ കൂൾ ആൻഡ് ചിൽ? അത് എന്റെ അമ്മ വളർത്തിയതും ഞാൻ വളർത്തിയതും രണ്ട് സിംഗക്കുട്ടികളായി പോയി. നീ തന്നിട്ട് ഇളക്കാതെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആണോ ഗായ്സ്? നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്റെ ബ്ലോഗ് ഞാൻ മാനുമായിട്ട് ഏപോലെ പ്രശ്നമില്ല. ഈ അമ്മമാരെല്ലാം കണക്ക് തന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതേതാ കുറ്റം, ഇതേതാ കുറ്റം, അതേതാ കുറ്റം, അതേതാ കുറ്റം, ഇതേതാ കുറ്റം എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ കൊണ്ടത്? ഇത് മാന്യമായിട്ട് കണ്ട ഗൈസ്. ഇതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ അടുത്ത കമന്റ് വരും, മഞ്ജുപിള്ള ഇങ്ങനെ പറഞ്ഞു മകൾ യൂട്യൂബ് വിട്ട് പോയെന്ന്. പിന്നെ ഒരു കാര്യം, എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങി. കാരണം എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാശ് തന്ന് മതിയായി. അപ്പൊ പറഞ്ഞത് സ്വന്തമായിട്ട് കാശിന്റെ വില പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് കാശ് ഉണ്ടാക്കണം. അങ്ങനെ എന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് യൂട്യൂബിൽ കൂടെ ഓൺ ചെയ്യാൻ പറ്റും. മറ്റേ YFPO യൂട്യൂബ് പ്രോഗ്രാം, YPF സംതിങ് പ്രോഗ്രാം ഉണ്ട്, അത് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഞാനിപ്പോൾ കാശ് ഞാൻ വല്ലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അമ്മ ഉണ്ടാറുണ്ട് 2-3 വട്ടം ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് കാശിനെ പറ്റി ചോദിച്ചു. കാശില്ലാത്ത സമയത്ത് ഇവളുണ്ടല്ലോ, ഇവളടുത്ത് ഞാൻ കിട്ടുന്ന പൈസ സേവ് ചെയ്യണം, പൈസ വാല്യൂ പറയണം, കിട്ടുന്ന പൈസ സേവ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഞാൻ അവൾക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സ്ട്രാ വേറൊരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് വരുന്ന പേയ്മെന്റുകളുടെ ഒരു പകുതി അങ്ങോട്ടേക്ക് മാറ്റണം, എന്നിട്ട് ബാക്കിയുള്ളത് നീ ചെലവാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പൈസ വന്നു തുടങ്ങിയിട്ടും ഇടയ്ക്കിടയ്ക്ക് അവള് അമ്മ ഒരു 500 അയക്കും, അമ്മ ഒരു 1000 അയക്കും, അത്രയൊക്കെ ചോദിക്കുള്ളൂ, ഒരു 2000 അയക്കും എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് എനിക്ക് പൈസ കിട്ടി തുടങ്ങിയില്ലേ, എന്താ തുടങ്ങി എന്റെ ചോദിച്ചിട്ട് പൈസ എവിടെ, ഇപ്പൊ സേവിങ്സ് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റും. അയ്യോ അങ്ങനെ മാറ്റാൻ പറഞ്ഞു, പകുതി മാറ്റാനാ? ഇല്ല ഞാനത് ഫുള്ള് മാറ്റും, എന്നിട്ട് ബാക്കി അമ്മ തരണം. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അമ്മ ഒരിക്കലും എനിക്ക് കാശ് തരാതിരിക്കില്ല. രണ്ട്, എനിക്ക് സേവിങ്സിൽ ഞാൻ വലുതാകുമ്പോൾ എനിക്ക് കുറെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ സ്മാർട്ട് ആവേണ്ടത് ഗൈസ്. ഫോർ മോർ സേവിങ്സ് ടിപ്സ് പ്ലീസ് ഫോളോ. സീരിയസ്ലി എന്നെയും എന്റെ ഫാമിലി, എന്റെ മോളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടെന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ, കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, പ്രായമുള്ള ആൾക്കാർ വരെ എന്നെയും എന്റെ മോളെയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരമാണിത്, ഒരു കാലഘട്ടമായിരുന്നത്. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ബന്ധങ്ങളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. എങ്കിലും പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ വേണം. ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് എല്ലാവർക്കും. കാരണം ആരെയും കണ്ടല്ല, കാണുന്നില്ല. ലോട്ട് ഓഫ് പീപ്പിൾ എല്ലാവരെയും കുത്തിയൊന്നും എല്ലാം കണ്ടില്ല, കുറച്ച് ഭാഗമായിട്ട് കണ്ടു. പിന്നെന്തുവാ,
ഐ ആം ദിസ് ക്ലോസ് അമ്മേന്റെ ഫോളോവേഴ്സിനെ മറികടക്കാനായിട്ട്. സോ നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കിയാൽ എനിക്ക് അമ്മേനെക്കാളും ഫോളോവേഴ്സ് എനിക്ക് ജീവിതത്തിൽ അമ്മ ഒരു കാര്യം പറ്റി ഇതുവരെ ഞാൻ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഫോളോവേഴ്സ് വേണം കൂടണമെന്ന്? ഒരിക്കലും ഫോളോവേഴ്സിനെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് 100 കൈ അടിച്ചപ്പോഴും ഐ വാസ് ലൈക്ക് അമ്മ 100 കൈ അടിച്ചു. നമ്മൾ കുറെ ആൾക്കാർക്ക് ആക്ച്വലി അവർക്ക് നെപ്പോ കിട്ടുന്ന പോലും അറിയുന്ന ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവൾ ബോംബെ വന്നിട്ട് ആക്ടിംഗ് ക്ലാസ് ജോയിൻ ചെയ്തത്. അവിടെ ജോയിൻ ചെയ്തെങ്കിലും ജോയിൻ ചെയ്ത് മഞ്ജുപിള്ളയുടെയും സുൽത്താസ്ദേവിന്റെയും മകളാണെന്നുള്ള പരിഗണന കിട്ടും, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബോംബെയിൽ വന്നിട്ട് അവൾ ആരോടും പറയാതെ പക്ഷെ നിങ്ങളായിട്ട് ഇവിടെ ഉള്ളവരെ കൂടെ അറിയിച്ചു കൊടുത്തു. അതെ. പിന്നെ വേറെ സംഭവം വെരി ഇമ്പോർട്ടന്റ് തിങ്, അത് കുറച്ചുകൊണ്ട് മനസ്സിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ തെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇറ്റലിയിലാണ് പഠിച്ചത്, അതൊരു വലിയ ഇതാണ്, എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇറ്റലിയിലാണ് പഠിച്ചത്, ലണ്ടനിലോ പാരീസിലോ കൊറിയയിലോ. പാരീസ് ഇറ്റലിയിലെ അല്ലല്ലേ, ഫ്രാൻസിലാണ്. അമ്മ അവര് അമ്മ എയർലാക്കും സംശയം ചോദിച്ചു എല്ലാം എല്ലാവരും എയർലാക്കും. ഇറ്റലി ഇസ് എ കൺട്രി, ഫ്രാൻസ് ഇസ് എ കൺട്രി. പിന്നെ ഇപ്പോഴും ഈ വീഡിയോ ആണ് ബാക്കി വിചാരിക്കുന്നത് എന്ത് കൂളായിട്ടിരിക്കുന്നത് ബിക്കോസ് വി ഹാവ് എ ലൈഫ്, യു ഗൈസ് ഡോണ്ട്. അങ്ങനെ ദയാ സുജിത്തിൻ്റെ മദർ ഷഫീന ബീവിക്കെതിരെ വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. വെറുതെ ഇരുന്നപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ആഗ്രഹം ഒന്ന് ഫേമസ് ആവാൻ, നൈസായിട്ട് കുറച്ച് സേഫായിട്ട് ദയാ സുജിത്തിൻ്റെ എപ്പോഴോ അപ്ലോഡ് ചെയ്തൊരു മോഡൽ ഫോട്ടോഷൂട്ട് എടുത്ത് വെച്ച് വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ വാഗുണ്ട് റേപ്പ് ചെയ്യുന്ന രീതിയിൽ, സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർ അത് ഏറ്റെടുക്കുകയും പുള്ളിക്കാരത്തേക്ക് കുറേ നെഗറ്റീവ് വരികയും അതുപോലെ തന്നെ പോസിറ്റീവ്, അതെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളും വീഡിയോകളും പുള്ളിക്കാരത്തേക്ക് കിട്ടി, പ്ലസ് കുറേ നെഗറ്റീവ് ട്രോളുകളും കിട്ടി. പക്ഷേ മഞ്ജു പിള്ള അതിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുവരൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒഫീഷ്യലി. ഇപ്പം മോളുടെ യൂട്യൂബ് ചാനലിലൂടെ ഷഫീന ബീവിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് മഞ്ജു പിള്ള. എനിക്കിത് കേട്ടിട്ട് അത്രയ്ക്കും എഫക്റ്റീവായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എവിടെയോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ നെഞ്ചിനകത്താണത് കൊണ്ടത്. ഒബ്വിയസ്ലി ഒരു മകളെക്കുറിച്ച് ഒരു സ്ത്രീ ഇത്രയും നീചകരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും തോന്നുന്ന ഒരു ഫീൽ തന്നെയാണ് മഞ്ജു പിള്ളയ്ക്കും തോന്നിയത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് ജീവിക്കുകയാണ്, ഞങ്ങളെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും എവിടെയോ ഇരുന്ന് എന്തെങ്കിലും പറയുന്നതിനൊക്കെ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മഞ്ജു പിള്ള പറഞ്ഞത്. നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ, നമ്മള് എന്നെ വഴക്കുറയുന്നത് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നത്, എനിക്കിതൊന്നും റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഉള്ള കാര്യം പറയാമോ. കാരണം എനിക്ക് അതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, നിൻ്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരുടെ പാഷനിൽ പോവുക, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരുതരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്കത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടുന്ന് കാണിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴത്തേക്ക് എന്താ മക്കളെ സപ്പോർട്ട് ചെയ്യുക. അമ്മ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? നമ്മളെന്തേ കാണിക്കുന്നത്? കോൺട്രോവറി കൊണ്ട് മൂന്ന് നടക്കാൻ പറ്റും. ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചുമാവാം, ഇത് 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഒരു 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 ഞാൻ പറയുന്നില്ല, അതൊന്നും എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഒരു ആൻറ്റി എനിക്കാണ് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്, ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാൻ മോളെ ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട് ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സ്, ഈ തമിഴിലുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങളിൽ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. ഞാൻ മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എങ്ങാനും ഐ ഹാവ് any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടിയാണ് പുള്ളികളുടെ ഒപ്പീനിയൻ എടുത്ത് പറഞ്ഞത്. എൻ്റെ